സ്റ്റാർട്ട് ചെയ്താലോ? മാം വരാൻ വെയിറ്റ് ചെയ്യണോ നമുക്ക്? അതോ തുടങ്ങാം? Good morning, ma'am. Good morning, everyone, and welcome to today's session. I am your coordinator, Sanila, and I will be guiding you through the class. Let's get started with the prayer. Prayer lead ചെയ്യുന്നതിനായി ബിൻഷയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, friends. I am Binsha from Alapi. കരുണതൻ കാതലേ കൈതൊഴാം, സ്നേഹകടലേ എൻ ദൈവമേ കൈതൊഴാം. കരുണതൻ കാതലേ കൈതൊഴാം, സ്നേഹകടലേ എൻ ദൈവമേ കൈതൊഴാം. ഒരു കൈത്തിരി ഏന്തി ഞാൻ നിന്നരികിലായി അർച്ചനക്കെത്തുവാൻ. ഒരു കൈത്തിരി ഏന്തി ഞാൻ നിന്നരികിലായി അർച്ചനക്കെത്തുവാൻ. കരുണാ കടാക്ഷം ചോരിയണേ ദേവാ, കനിവിന്നമൃതം പൊഴിക്കണേ. കരുണാ കടാക്ഷം ചോരിയണേ ദേവാ, കനിവിന്നമൃതം പൊഴിക്കണേ. കരുണതൻ കാതലേ കൈതൊഴാം, സ്നേഹകടലേ എൻ ദൈവമേ കൈതൊഴാം. താങ്ക് യു. Thank you, Binsha, for the wonderful prayer song. ഇന്ന് സൈൻ ഇൻ ചെയ്യുന്നത് അനീഷയാണ്. അനീഷയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ അനീഷ ഉണ്ടക്കയം. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ജിഷ മിസ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you, Anisha. A good thought sending you lots of positivity and good vibes. So, thought of the day. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിച്ചു. Thank you. Okay, Anisha. A good thought sending you lots of positivity and good vibes. So, thought of the day പറയുന്നതിന് വേണ്ടി സൽമയെ ക്ഷണിക്കുന്നു. Salma, please come. Good morning teacher, good morning friends. I am Selma from Alapi. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. തോട്ട് ഫോർ APJ അബ്ദുൽ കലാം. താങ്ക് യു. Thank you, Salma. Thank you for the good thought. Then, ma'am, now we are ready to learn the class. Thank you, everyone. Okay, thank you so much and very good morning to all of you. So, ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ പോയി? ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? എവറി ഡേ ക്ലാസ്സിന്റെ ഒരു ബ്രീഫിംഗ് ക്ലാസ് റൂമിൽ ഇടുവാണെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ചില സമയത്ത് ലൈവ് ക്ലാസ് ആവുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തു റീച്ച കുറെ നേരം ശരിക്കും ചെയ്യും. ലൈവ് ക്ലാസ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് സംസാരിച്ച് പോകും. പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അത് പക്ഷേ ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് പോവുക കേട്ടോ, ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ. അവർക്കത് കാണേണ്ട, ചിലപ്പോൾ ബ്രീഫിങ്ങിന് തന്നെ എല്ലാം കിട്ടുവാണെങ്കിൽ അവർക്ക് ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു ഫീല് വരില്ലല്ലോ. അപ്പം അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവര് അവർ കാണട്ടെ. ഓക്കെ, സോ നമ്മൾ എവിടെ വരെയായി? വേറെ aims and value of health education. അതിലെ 4th point വരെ. ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു? ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം തോന്നുന്നുണ്ടോ ഇംഗ്ലീഷില്?
നമ്മുടെ കൂടെ നല്ല ലാംഗ്വേജ് ഉള്ളവരുണ്ടാവും, ഉള്ളിലുള്ളവരുണ്ടാകും. അതിങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ ശരിയാവൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവെന്നൊക്കെ പേടിച്ചിട്ട്. ഒരു പേടിയേ വേണ്ട. ഞാൻ ഒരു മോണ്ടിസോറി സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന് പോയി. അവിടെ തന്നെ ഞാൻ ഒരു 1 year ജോബ് ചെയ്തു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഡയറക്ടർ സാർ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം വേൾഡ് വൈഡ് പല യൂണിവേഴ്സിറ്റികളിലും പോയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫസറാണ് കേട്ടോ. അപ്പം സാറിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേൾക്കാൻ. നല്ല ഒരു ടോണും സ്ലാങ്ങും ഒക്കെ ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു, സാറിന്റെ കൂടെ സംസാരിച്ച് ഞാൻ കുറച്ചൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞപ്പോ സാറ് പറയാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഈസിയാണ്, അതൊരു തരം മിമിക്രിയാന്നാണ് സാർ പറയുന്നത്. ഒരാൾ പറയുന്ന സ്ലാങ് കേൾക്കുമ്പോൾ നമുക്ക് അയാൾ പറയുന്ന പോലെ പറയാൻ തോന്നും. ദാറ്റ് മീൻസ് നമ്മൾ മിമിക് ചെയ്യുവാണല്ലോ, ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതാണ്, മിമിക്രിയാണ് സംഭവിക്കുന്നതെന്നാണ് സാറ് പറയുന്നത്. അല്ലാണ്ട് എല്ലാവർക്കും നല്ലപോലെ സംസാരിക്കാൻ പറ്റും എന്നായിരുന്നു സാർ പറഞ്ഞത്. സാർ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മള് ചിലരുടെ കേൾക്കുമ്പോൾ നമ്മളത് മിമിക് ചെയ്യും അല്ലെ, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ ഇതുപോലെ, ഞാൻ പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പ്രീ ഡിഗ്രി കംപ്ലീറ്റ് നിന്ന് +2 ആയി. ഞാൻ എറണാകുളം സെന്റ് ജോസഫ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠിച്ചത്, വുമൻസ് കോളേജ്. അപ്പൊ അവിടെ ഒന്ന് ഞാനിങ്ങനെ ബസ്സിൽ കയറുമ്പോ മിക്കവാറും ഈ ഫോർട്ട് കൊച്ചി സൈഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി സൈഡിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവര് ഒരു പ്രാവശ്യം കയറിയപ്പോ എന്റെ സീറ്റിന്റെ ബാക്കിലായിരുന്നു ഇവരിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ടൈമാണ് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത്. കാരണം ഞാൻ 10th വരെ മലയാളം മീഡിയം. അപ്പം ഇവരിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹത്തിനേക്കാൾ കൊതി എന്നൊക്കെ പറയും. ഇവരെ പോലെയെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അവര് പറയണത് അവരുടെ സ്ലാങ് മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും പറ്റണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് മാരേജും കഴിഞ്ഞ് അതിനുശേഷമാണ് മോണ്ടിസോറി ചെയ്യുന്നതും MSW ചെയ്യുന്നതും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം MSW ചെയ്ത് പലയിടങ്ങളിലും ക്ലാസ് ഒക്കെ എടുക്കാൻ പോയി. അങ്ങനെ ഒരു പ്രാവശ്യം ബസ്സിലിരിക്കുമ്പോ 2 പേര്, ഒരു മെയിലും ഫീമെയിലും കയറി, ഫോറിനേഴ്സ്. അപ്പം ഫീമെയിൽ ഇരുന്നത് എന്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അവരുടെ സ്ലാങ് എനിക്ക് മനസ്സിലായി. അവര് ജർമ്മനാണ്. അവരുടെ ഇംഗ്ലീഷ് കുറച്ച് വ്യത്യാസമാണ്. അവര് ശരിക്കുള്ള ബ്രിട്ടീഷ് അല്ലെങ്കിൽ US ആ ഇംഗ്ലീഷ് അല്ല അവർക്ക് വരുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ് അവർ ഇംഗ്ലീഷ് പറയുന്നത്. പിന്നെ അവരുടെ ടോണിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പൊ അവര് നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവരോട് എനിക്കൊരു ½ an hour അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു യാത്രയിൽ. അവരും ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. അപ്പൊ പിന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് ടോപ്പിക്സ് കൂടുതലുണ്ടായിരുന്നു. ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അവർ കൊച്ചിയിൽ വന്നത് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആലോചിക്കുക, നമ്മൾ കുറെ പേര് നാട്ടിലുണ്ടായിട്ട് ഫോറിനേഴ്സ് വന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് അഡോളസന്റ് ഗ്രൂപ്പിന്റെ കൂടെ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ കൗമാരക്കാരായ കുട്ടികളുടെ കൂടെ കൂടണം എന്നൊരു തോട്ട് വന്നത് അതിന് ശേഷമായിരുന്നു. പിന്നെ അന്ന് തുടങ്ങി ഇന്ന് വരെയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ബാലികേറാമലയല്ല, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞോന്നറിയില്ല, എല്ലാ ആൽഫബറ്റ്സ് വെച്ചിട്ടും നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് അത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക. A തുടങ്ങി Z വരെ. ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ലാംഗ്വേജിന്റെ ഗെയിംസ് കളിക്കാം. അതായത് നമ്മൾ A വെച്ചിട്ട് ഒരു ലെറ്റർ പറയുവാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ മോനോ മോളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒരു ലെറ്റർ പറയണം. അങ്ങനെ മാക്സിമം നമ്മൾ A കൊണ്ടുള്ള ലെറ്റർ പറയുക, B വെച്ചിട്ട് പറയുക, അങ്ങനെ ചെയ്യുക. പിന്നെ അത് കൂടാതെ എൻഡ് ലെറ്റർ വേർഡ് ഗെയിം കളിക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു വേർഡ് പറഞ്ഞു, ഇപ്പൊ എക്സാമ്പിൾ ആൻഡ് എന്ന് പറഞ്ഞു, ഇപ്പൊ ടീയിലല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് T കൊണ്ട് തന്നെ അടുത്തത്. അങ്ങനെ കുട്ടികൾക്ക് കുറെയൊക്കെ സ്ക്രീൻ ടൈം മിക്ക കുട്ടികളും യൂസ് ചെയ്തുണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ TV അത് കുറയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് അവരുടെ നിന്നും പുതിയ പുതിയ വേർഡ്സ് നമുക്ക് പഠിക്കാം. അവരുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാകാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഗെയിംസ് ഒക്കെ ചെയ്യും. എൻ ലെറ്റർ വേർഡും അല്ലാതെയുള്ള വേർഡ് പസിലും. അതായത് A വെച്ചിട്ട് തന്നെ പെയറായിട്ട് നിന്നിട്ട് A വെച്ചിട്ട് തന്നെ പറയുന്നു, B അങ്ങനെ ചെയ്ത് Z വരെയും ചെയ്യാം. പിന്നെ എൻ ലെറ്റർ വേർഡ് കളിക്കാം. അതുപോലുള്ള ഗെയിംസ് എല്ലാം കളിക്കുക കുട്ടികളോട്. ഫസ്റ്റ് ലെറ്റർ വേർഡ് ആണ് ആദ്യം പറഞ്ഞത്. അത് A എന്ന് തന്നെയാണെങ്കിൽ A കൊണ്ട് തന്നെ എല്ലാരും പറയും.
പിന്നെ എൻഡ് ലെറ്റർ വേർഡ്. ആദ്യം നമ്മൾ ഒരെണ്ണം പറഞ്ഞു, അതിന്റെ എൻഡ് ചെയ്യുന്നത് വെച്ചിട്ട് അടുത്ത ആള് പറയും, അയാൾ പറഞ്ഞതിന്റെ എൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പറയും, അങ്ങനെയുള്ള ഗെയിംസ് കളിക്കും. ഓക്കെ. പിന്നെ സെൽഫ് ടോക്ക് ചെയ്യാറുണ്ടോ ആരെങ്കിലും? ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുമ്പോഴേക്കും സംസാരിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആണ് നമ്മൾ തന്നെ. ബട്ട് മൈ ടോക്ക് ടു മൈസെൽഫ്, അത് ഇടയ്ക്ക് കണ്ണടച്ചിട്ട് മനസ്സിൽ പറയുവാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് മെഡിറ്റേഷൻ. നമ്മളെ പറ്റി പറയുന്നു, നമ്മുടെ പേര്, ഫാമിലി ഡീറ്റെയിൽസ്, പക്ഷെ നമ്മൾ നമ്മളോട് സംസാരിക്കുക. അപ്പൊ നമ്മളെ പറ്റി അറിയാത്ത ഒരു നമ്മളാണെന്ന് വിചാരിക്കും. നമ്മളെ പറ്റി നമ്മുടെ കാര്യങ്ങൾ പറയാം, നമ്മുടെ ജോബ്, ഹോബീസ്, കറന്റ്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആസ്പിരേഷൻ, നമ്മുടെ അംബീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാം. അന്നത്തെ ഒരു ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയും. ദാറ്റ്സ് എ വെരി ഗുഡ് മെഡിറ്റേഷൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറ്റുന്ന സമയം അനുസരിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ എവിടെ വരെ ക്ലാസ്? ചെറിയൊരു ക്രാഫ്റ്റ് പറഞ്ഞാൽ ചെയ്യൂ. ചെയ്യാം മാം. ചെയ്യാം മാം. നമ്മുടെ ബിലൗഡ് വൺസിന്റെ ബർത്ത്ഡേ വരുവാണ്. ഇഷ്ടം പോലെ ബർത്ത്ഡേ കാർഡ് കിട്ടുമായിരിക്കും. വാട്സപ്പില് നല്ല കാർഡ് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിലൂടെ അയക്കാൻ പറ്റുമായിരിക്കും. പഴയ രീതികളൊക്കെ മാറിയല്ലേ, ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കുക. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ആകാം, ആരെ വേണമെങ്കിലും അഡ്രസ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ബർത്ത്ഡേ കാർഡ്സ്. നിങ്ങൾക്ക് അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് മാത്രം. അതിന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊന്നും വാങ്ങാൻ പോണ്ട. നമ്മുടെ പഴയ ഡ്രസ്സിലെ ലേസ് ഒക്കെ കിട്ടുമായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗ്ലിറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചുമ്മാ കളർ പേപ്പർ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യും. 2 3 50. എനിക്ക് കിട്ടിയ നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. നാളെയും മറ്റന്നാളും എന്റെ മകളുടെയും ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. വെരി ഗുഡ്. അപ്പൊ ശരി, കൂടെ ഒന്ന് കാണിക്കും. മോളിന്ന് ഇവിടെ ഉണ്ട്, പനിയാണ് ആൾക്ക്. അപ്പൊ കിടക്കുവാണ് ആള്. എത്ര വയസ്സായി? അവൾക്ക് 11. ഈ നാളെ വരുമ്പോ 11, ഹസ്ബൻഡിന്റെ 29-ാം തീയതി. അങ്ങനെ രണ്ടുപേരുടെ അടുത്തടുത്താണ് ബർത്ത്ഡേ വരുന്നത്. ഓക്കെ ഓക്കെ. നമ്മളപ്പോ നാളെ ആവുമ്പോഴേക്കും കുറച്ചുകൂടെ ഉഷാറാവട്ടെ, പനിയൊക്കെ മാറി. അതെ അതെ. ഓക്കെ, സോ ബാക്ക് ടു ക്ലാസ്. പ്ലീസ്. ബർത്ത്ഡേ കാർഡ് എന്ന് ഉദ്ദേശിക്കുമ്പോ അതില് വേർഡ്സും എല്ലാം ആഡ് ചെയ്തല്ലേ? ബർത്ത്ഡേ വിഷും ആഡ് ചെയ്തല്ലേ? അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാൻ പറ്റുന്ന ഒരു പടം വരയ്ക്കാം. ഇനി അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ് ടു യു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് എഴുതണോ, എന്തെങ്കിലും കോട്ട് പോലെ എഴുതണോ, യു ക്യാൻ. ആരെങ്കിലും മെൻഷൻ ചെയ്ത് വേണോ അത് ഉണ്ടാക്കേണ്ട, അതേ വെറുതെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയോ? മെൻഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൗഡ് വൺസ്. ഇപ്പൊ സനിലേക്ക് നാളെ അത് 2 വ്യക്തികളുണ്ട് എന്തായാലും, അപ്പൊ പിന്നെ സനിലേക്ക് അത് അഡ്രസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ജനറലി ചെയ്യാന്നുള്ള ക്ലോസ് ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ എഴുതുന്ന മെസ്സേജ് അതിനനുസരിച്ചായിരിക്കും. ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനെ, കുട്ടികളാണെങ്കിൽ അങ്ങനെ, നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് മെസ്സേജ് കൊടുക്കുന്നതിലും ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് അപ് ടു യു. നമ്മൾ എവിടെ വരെയായി? ക്ലാസ് എവിടെ വരെയായി പറയാമോ? ടോപ്പിക്സ് എഡ്യൂക്കേഷന്റെ ഒക്കെ 4ാമത്തെ പോയിന്റ് ഷെയർ ചെയ്യാം. ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെമഡി, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു അല്ലെ.
നമ്മുടെ മക്കള് സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിങ്ങുകളിൽ പറയാം കുട്ടികൾക്ക് ഐ ചെക്കപ്പും ഡെന്റൽ ചെക്കപ്പും അത് നുള്ള ഒരു സൗകര്യം സ്കൂളിൽ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാം. അപ്പൊ കുറെ കുട്ടികൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ചില പാരന്റ്സ് അത് അവര് അത്രയും ശ്രദ്ധ എടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ചെയ്യിക്കുമായിരിക്കും. പക്ഷെ എല്ലാ പാരന്റ്സും അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല, ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഡെന്റൽ ചെക്കപ്പും ഐ ചെക്കപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കൂളിൽ അവർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പൊ 4th 1 കഴിഞ്ഞു നമ്മുടെ ഡെന്റൽ ഫ്രണ്ട് ഇതുപോലെ കണ്ണിന് എന്തോ പ്രശ്നം മന്ത്ലി ചെക്കപ്പ് സ്കൂളിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ കണ്ണിലെ കണ്ണിലേക്ക് വെച്ചിപ്പോ മോന്റെ സ്കൂളിലെല്ലാം മന്ത്ലിയും ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് 5th പോയിന്റ്. അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Mental and emotional health is also equally necessary in school health programs. While physical health made a pupil physical fit, mental and emotional health allow him to maintain an even temper and happy disposition. ഓക്കെ, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. നമുക്ക് യൂണിറ്റ് 6 വരുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ തന്നെയാണ്. അത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റും ആയിരിക്കണം. അമിതമായി പോവുകയും ചെയ്ത് ജങ്ക് ഫുഡ് ആവരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മളുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യണം. കറക്റ്റ് സമയത്ത് ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ക്ലീൻ വാട്ടറും പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എല്ലാം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും മെന്റൽ ഹെൽത്തിനും നമുക്ക് ഇതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ആവശ്യമാണ്. മനസ്സിന്റെ ആരോഗ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയായിരിക്കും? മനസ്സ് നല്ല സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അല്ലെ, നമുക്ക് ആ ഒരു ടെൻഷൻ വന്നാൽ പോലും അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലെ, ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് നമ്മളുടെ മനസ്സിനൊരു ലൈക്ക് മെന്റൽ ഹെൽത്ത് അത് ഇംപ്രൂവ് ആവണം. അതിന് നമ്മുടെ മെന്റൽ ഹൈജീൻ പ്രധാനമാണ്. നമ്മൾ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹൈജീൻ വളരെ ലോ ആവും. സോ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. പലപ്പോഴും ആളുകൾ ഡിപ്രഷനിലേക്കും അങ്ങനെയൊക്കെ പോകാനുള്ള കാരണം അതാണ്. നമുക്ക് വരുന്നുണ്ട് അത് നെക്സ്റ്റ് 6 യൂണിറ്റിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സൈക്കോളജി ഒക്കെ ചേർത്തിട്ടായിരിക്കും അത് പഠിക്കുന്നത്. നമുക്ക് നമ്മളെ സെൽഫ് ഹീൽ ചെയ്യാനും നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഇതുപോലൊരു പ്രോബ്ലം വന്നാൽ അത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്കത് അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓർക്കും മോണ്ടിസോറി മെത്തേഡ് പഠിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഈ ഹെൽത്തിനെ കുറിച്ചും ഡിസീസിനെ കുറിച്ചും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും എന്തിനാ പഠിക്കുന്നതെന്ന് വിചാരിക്കില്ല. ഇതൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ തോട്ടുണ്ടോ? മോള് ചോദിച്ചായിരുന്നു, നമുക്ക് നേഴ്സിംഗിനാണോ പഠിക്കുന്നത് ടീച്ചറിനാണോ പഠിക്കുന്നത്? അതേയുള്ള നമ്മളുടെ മുന്നിൽ വരുന്നത് ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് അല്ല അല്ലെ. എല്ലാ ഇമോഷൻസും. എന്റെ ഹസ്ബൻഡും ചോദിച്ചു മിസ്സേ, കഴിഞ്ഞ ദിവസം മിസ്സല്ല വേറൊരു മിസ് ക്ലാസ് എടുത്തപ്പോഴത്തേക്കിനും മറ്റേ പോളിയോ വാക്സിന്റെ ഒക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെ എന്തിനാ പഠിക്കണേ, ഇതൊക്കെയാണോ മോണ്ടിസോറിയിൽ പഠിക്കണേ നിങ്ങളെന്ന് ചോദിച്ചു ക്ലാസ് എടുക്കുന്ന കേട്ടിട്ടെ. നമ്മൾ ശരിക്കും നമ്മളുടെ മുന്നിൽ വരുന്നത് ജീവനുള്ള, ഫീലിങ്സ് ഉള്ള, ഇമോഷൻസ് ഉള്ള, സങ്കടം വരുന്ന, ദേഷ്യം വരുന്ന കുഞ്ഞുങ്ങളാണ്. സെയിം തന്നെ നമുക്കും വരും അല്ലെ. അപ്പൊ നമുക്ക് അവരുടെ അത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് എക്സ്പ്രഷൻസ് വരുന്നു എന്ന് മനസ്സിലാകാനും നമ്മൾക്കത് ഈസിലി ഹാൻഡിൽ ചെയ്യാനും അറിയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ അറിയണം. ഒരു കുട്ടിക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടോ, കുട്ടിയുടെ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അത് നമ്മൾക്ക് കണ്ണിന്റെ കാര്യത്തില് ടീച്ചേഴ്സ് പലപ്പോഴും പറയും നമ്മളോട് ഒന്ന് കണ്ണ് ചെക്ക് ചെയ്തോളൂ കേട്ടോ, കുട്ടിക്ക് അത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഫിസിക്കൽ ഡിഫോമിറ്റീസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യും. കുട്ടി എഴുതുമ്പോ നടക്കുമ്പോ അങ്ങനെ മൂവ്മെന്റിലും മസ്കുലർ മൂവ്മെന്റിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ കുട്ടി എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ സോ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്ത് അറിഞ്ഞിരിക്കണം.
അപ്പൊ ആ കുഞ്ഞിനെ അങ്ങനെ അറിഞ്ഞ്, പിന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ കൊണ്ട് ഞാനൊരു അസസ്മെന്റ് ടൂൾ എഴുതിപ്പിക്കും. അസസ്മെന്റ് ടൂള് തന്നെ ഒരു നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അത് ഇപ്പം തരാറില്ല, ഇപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് അസസ്മെന്റ് ടൂൾ ഒന്നുമില്ല, ഒരു നോട്ട്ബുക്ക് വാങ്ങുക, നോട്ട്ബുക്കിനെ 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് മറിയാം മോണ്ടിസോറി 4 പീരീഡ്സ് ആയിട്ട് കുട്ടികളുടെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബർത്ത് തുടങ്ങി 6 ഇയേഴ്സ്, 6 ഇയേഴ്സ് തുടങ്ങി 12 ഇയേഴ്സ്, 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ്. പാരന്റ്സ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്ന ഒരു പ്രായം ടീനേജ്, അല്ലെ, കത്തി നിൽക്കുന്ന പ്രായം 12 to 18. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും, ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും ഏറ്റവും വലുത്, അങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. പിന്നെ 18 to 24. 24 എന്ന് പറയുമ്പോൾ ആളൊരു അഡൽട്ട് ആയി കഴിഞ്ഞു. അഡൽട്ട് ആയി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ 2 സൈഡ്സും, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും, വൈകാരികമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടുള്ള 2 സൈഡും ഡെവലപ്പ് ആയി കഴിഞ്ഞു, ഫുള്ളി മെച്യൂർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ഒരു ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഈ സ്കില്ലെല്ലാം ആയി എന്നാണ് പൂർണ്ണമായും മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. നമ്മൾ ഈവൻതോ ചെറിയ ഏജിലുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ നോക്കിയാലും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഏജ് ആണ് 3 to 6 ഇയേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പ്രായം. ഈ കാലഘട്ടത്തില് കുട്ടികൾ ഇമ്മ്യൂൺ ടു ഡിസീസസ്, അസുഖങ്ങൾ വരാൻ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇമ്മ്യൂണൈസേഷൻ അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് സ്കൂളിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഒരാൾക്ക് ഒരു കോൾഡ് വന്ന ചുറ്റുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വരും. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ അവരുടെ എല്ലാ ഡെവലപ്മെന്റും വളരെ പ്രോഗ്രസീവ് ആകുന്ന ഒരു പ്രായമാണ് 3 to 6. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ടൈം അവരുടെ എല്ലാ ഡെവലപ്മെന്റും. ലാംഗ്വേജ് ആണെങ്കിലും, ബുദ്ധി ആണെങ്കിലും, ഇന്റലക്ച്വൽ ലെവലിലാണെങ്കിലും, മൂവ്മെന്റ് ആണെങ്കിലും എല്ലാം ആ ഒരു ബോഡിയുടെ കോർഡിനേഷൻ കംപ്ലീറ്റ് അവർക്ക് ആ ഒരു ബോഡി ബാലൻസിങ് കിട്ടുന്നത്. അതാണ് 4 വയസ്സ് കഴിയുമ്പോഴേക്കും എല്ലാവരും കുട്ടികളെ ഡാൻസ് ചേർക്കുന്നത്. അതുപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. കരാട്ടെ ആണെങ്കിലും കളരി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യം. ഇതെല്ലാം അറിഞ്ഞാലാണ് നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന 3 ഇയേഴ്സ് ആയാലും 4 ഇയേഴ്സ് ആയാലും 5 ഇയേഴ്സ് 6 ഇയേഴ്സ് അതിന്റെ മുകളിലേക്കുള്ള പ്രായമാണെങ്കിലും അവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ അതിലേക്ക് പോവാൻ. ആദ്യം തന്നെ മോണ്ടിസോറി മെത്തേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ പാർട്ട് 3 വരും. അപ്പൊ കുട്ടികളെ പറ്റി മനസ്സിലായി. അപ്പൊ ഇത് അറിഞ്ഞാലാണ് നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ ഇത് അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടിയിട്ടുണ്ടാകും കുറെയൊക്കെ, അല്ലെ? ഈ ബാച്ചിലല്ലാന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പറയണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ കൺസേൺ ആയി. സ്വന്തം ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ കൺസേൺ ആയി. കാരണം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കുമായിരിക്കും, പക്ഷെ സ്വന്തം ഹെൽത്തിനെ പറ്റി ചിലപ്പോ അത്ര കെയർ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരുടെയും കഴിഞ്ഞു കഴിയുന്നു. പക്ഷെ അങ്ങനെ ഒരു കമന്റ് ഒരു കുട്ടി ഒരു ബാച്ചിൽ പറയണ്ടേ, അപ്പം ഭയങ്കര സന്തോഷമായി. മറ്റുള്ളവരുടെയും നോക്കും. പിന്നെ കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്നത് ഞാനൊന്ന് കുറച്ചു. എനിക്ക് പഴയ പോലെ ദേഷ്യം വരുന്നില്ല. ഞാൻ വളരെ പേഷ്യൻസ് എനിക്ക് വന്നു തുടങ്ങി. എന്തെങ്കിലും പറയുമ്പോൾ എടുത്തു ചാടിയിരുന്ന ആ ഒരു എന്റെ സ്വഭാവം മാറി. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ സൈക്കോളജിയിലേക്ക് പോവാണ്. അതിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്. ഏതൊരു ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിലും എഡ്യൂക്കേഷണൽ സൈക്കോളജി മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ ബിഹേവിയർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, സയന്റിഫിക് സ്റ്റഡിയാണ്. കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് അവരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർ നമ്മളോട് അടുക്കണം, അല്ലെ? ആ ഒരു റാപ്പോ നമുക്ക് ബിൽഡ് ചെയ്യണം. അപ്പൊ അവരെ ആദ്യം മനസ്സിലാക്കണം, അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കണം, വീക്ക്നെസ് മനസ്സിലാക്കണം. അവിടെയാണ് സോട്ട് അനാലിസിസ് വരുന്നത്. അതൊരു സൈക്കോ അനാലിസിസ് മെത്തേഡാണ്. അതൊരു വ്യക്തിയെ ചെയ്യാം, നമുക്ക് നമ്മളെ തന്നെ ചെയ്യാം, നമ്മൾ ചെയ്യുന്ന വർക്കിനെ ചെയ്യാം, ഒരു ഓർഗനൈസേഷൻ എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന് കോസ്റ്റ് ഒന്നുമില്ല, എക്സ്പെൻസ് ഒന്നുമില്ല. സോട്ട് അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ കൂടണം. എന്നാൽ മാത്രമേ നമുക്ക് സോട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവന് എന്താണ് സ്ട്രെങ്ത്, അവനൊരു പക്ഷെ എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവൻ വരയ്ക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് അവന്റെ സ്ട്രെങ്ത് ഡ്രോയിങ് ആണ്. അവന്റെ വീക്ക് പോയിന്റ് അവന് എഴുത്ത് ശരിയാവണില്ല. സോ അവന്റെ സ്ട്രെങ്ത് യൂസ് ചെയ്ത് ഡ്രോയിങ് യൂസ് ചെയ്തിട്ട് അവനെ കൊണ്ട് നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കുക, വീക്ക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യുക,
കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റീസ്, അതിനെ സോർട്ട് അനാലിസിസ് WO ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. T സോർട്ടിലെ T ത്രെഡ്സ്, ചലഞ്ചസ്, ത്രെഡ്സ്, കുട്ടിക്ക് ഉണ്ടാകുന്ന ത്രെഡ്സ്, വീട്ടിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം ത്രെഡ്സ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ത്രെഡ്സ് മനസ്സിലാക്കി അതിനെയും റെഡ്യൂസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, ത്രെഡ്സും വീക്ക്നെസ്സും മനസ്സിലാക്കി റെഡ്യൂസ് ചെയ്യും. ടഫ് പോർഷൻ ത്രെഡ്സും വീക്ക്നെസ്സും ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ചെയ്യണം ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. നമ്മളെ കുറിച്ചും നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാം. എന്റെ വീക്ക് പോയിന്റ് എന്താണ്, വീക്ക്നെസ് എന്താണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, എന്റെ സ്ട്രെങ്ത് എന്താണ്, ആ സ്ട്രെങ്ത് എനിക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയിൽ സോർട്ട് അനാലിസിസ് നമുക്ക് ഇതൊക്കെ ഇനി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ്, നിങ്ങൾക്ക് അത് പാർട്ട് 3 കംപ്ലീറ്റ് മോണ്ടിസോറി മെത്തേഡ്. പാർട്ട് 3 മോഡ്യൂൾ 3 ആ മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ തിയറി ആപ്ലിക്കേഷൻ പാർട്ട് 3 പഠിക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കലാണ് നിങ്ങളുടെ മോഡ്യൂൾ 3. മോഡ്യൂൾ 2 അറിയാലോ, ഇംഗ്ലീഷാണ്. ഈ രീതിയിലാണ് നമ്മൾ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി പിന്നെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ലേണിംഗ് പ്രോസസ് ആ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ്. കുട്ടികൾ ജനിക്കുമ്പോഴും അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോഴും ഇവർക്ക് ഈ സെൻസസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു പുറത്തേക്ക് വരുമ്പോഴും ഈ ഒരു സെൻസസ് ഭയങ്കരമായിട്ട് ഷാർപ്പായിരിക്കും. നമ്മളുടെ ഈ 5 സെൻസസില് നമ്മളുടെ ഏതോ ഒരു സെൻസ്, എല്ലാവർക്കും ഒരു സെൻസ് ഭയങ്കര ഷാർപ്പായിരിക്കും മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കാം. അത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സ്വന്തം സെൻസ് ഏറ്റവും ഷാർപ്പായിട്ടുള്ള സെൻസ് ഏതാണെന്നുള്ളത് എന്റെ ഓൾഫാക്ടറി ആണ്. അതായത് സ്മെല്ല്. ഈ പെട്ടെന്ന് സ്മെല്ല് മനസ്സിലാവും. അതാണ് എന്റെ സെൻസ്, എന്റെ ഷാർപ്പായിട്ടുള്ള സെൻസ്. ബാക്കിയുള്ള സെൻസ് ഉണ്ടെങ്കിലും ഏറ്റവും ഷാർപ്പായിട്ട് എന്റെ സെൻസ് എന്ന് പറയുന്നത് ഓൾഫാക്ടറി സെൻസ് ആണ്. അതായത് സ്മെല്ല് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾക്ക് ടാക്ടൈൽ സെൻസ് ആയിരിക്കും, ടച്ച് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് പോയാൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം അവർക്ക് ക്ലോത്ത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും പ്യുവർ സിൽക്ക് ആണോ, മിക്സ്ഡ് ആണോ, പ്യുവർ കോട്ടൺ ആണോ, ഇതിൽ മിക്സഡ് ആണോ എന്ന് അവർ നല്ല പോലെ പറയും ഫാബ്രിക്സ് ടച്ച് ചെയ്ത്. ചിലർക്ക് വിഷ്വൽ സെൻസ് ആയിരിക്കും, കാണുമ്പോൾ തന്നെ അവർക്ക് സംഭവം മനസ്സിലാവും. ചിലർക്ക് ഓഡിറ്ററി ആയിരിക്കും, കേൾക്കുന്നതായിരിക്കും. ചിലർക്ക് ടേസ്റ്റ്, കറക്റ്റ് എരിവും പുളിയും മധുരവും എന്താണോ ആ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരത് പറയും. എന്താ കുറവ്, എന്താ കൂടുതൽ എന്ന് പറയും. ജോബൊക്കെ കിട്ടും, നല്ല ഹൈ സാലറിയിലുള്ള ജോബാണ് ടീ ടെസ്റ്റർ, കോഫി ടെസ്റ്റർ, ചോക്ലേറ്റ് ടെസ്റ്റർ. അങ്ങനെയുള്ള ഫാക്ടറികളിൽ ഇവർക്ക് ജോലി കിട്ടും, നല്ല സാലറിയും കൊടുക്കും. ആ ഒരു ടീ ടേസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ അത് നോക്കി അവർ കറക്റ്റ് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡാണ്, ലേണിംഗ് പ്രോസസ് ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. കുറെ തിയറി പഠിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ കുഞ്ഞിന്റെ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ട് 1ഉം പാർട്ട് 2. കുട്ടികളുടെ ആരോഗ്യം, അവരെ ബാധിക്കാവുന്ന അസുഖങ്ങൾ, അതിന് അവർക്ക് എന്തെല്ലാം പ്രൊട്ടക്ഷൻ, പ്രിവെൻഷൻ നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും ലോക്കൽ അതോറിറ്റീസിന്റെ സൈഡിൽ നിന്നും കൊടുക്കുന്ന വെൽഫെയർ, അതൊക്കെയാണ് പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 ആവുമ്പോഴേക്കും കുഞ്ഞ് ജനിക്കുന്നതും അതിനു മുമ്പും ആ ഒരു ഫീറ്റസ്, അമ്മയുടെ വോമ്പിനകത്ത് ആ ഒരു ഫീറ്റസ് ഫോം ചെയ്യുന്നതും അത് പിന്നെ ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നു, പിന്നെ അതിന് ഓരോ ഓർഗൻസ് ആകുന്നതും അങ്ങനെ കാര്യങ്ങളും, പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, മസിൽസിന്റെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധിയുടെ ഡെവലപ്മെന്റ്, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യോ ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിയുമ്പോൾ സൈക്കോളജി. ദെൻ കുട്ടികൾ പലപ്പോഴും ഡിഫെൻഡ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ചെയ്യൂലേ, പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ വിത്ഡ്രോ ചെയ്യും, ഉൾവലിയുന്ന ഒരു സ്വഭാവം. ഒരു ഇൻഫീരിയർ ഇതായിട്ട് വരുമ്പോൾ ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പബ്ലിക്കിലേക്ക് വരില്ല, സോഷ്യലൈസ് ചെയ്യില്ല. ഇതേപോലെ തന്നെ കുട്ടികളും ഡിഫെൻഡ് ചെയ്യും. നമ്മളൊരു ഡ്രീം വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങ് പെടും. കാരണം നമുക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആമ തോടിനകത്തേക്ക് കയറുന്ന പോലെ ചെയ്യും. ഇതും കുട്ടികൾ ചെയ്യാറുണ്ട്.
അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഈ പ്യുവർ സോൾസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ പോകുന്നത്. സോ നോ വറീസ്, നിങ്ങൾ അത് കറക്റ്റ് ആ രീതിയിൽ പോയി കഴിയുമ്പോൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് നിങ്ങൾ എത്തുവാണ്. ആ ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പറയാം, മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. അപ്പോഴേക്കും നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഓൾമോസ്റ്റ് ഒരു 30ഓളം മെറ്റീരിയൽസ്, മെയിൻ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം ഒറിജിനൽസ്, നല്ല എക്സ്പെൻസ് ആണ് അതിന്, പക്ഷെ എല്ലാം ഒറിജിനൽ മെറ്റീരിയൽസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്, ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും ഓൺലൈനായിട്ട്. അത് കൂടാതെ ഒരു സാറ്റർഡേ, നമ്മൾ ആ ഒരു മോഡ്യൂൾ 3 പാർട്ട് 3 എത്തുമ്പോഴാട്ടോ ഒരു സാറ്റർഡേ നിങ്ങൾക്ക് നേരിട്ട് നമ്മളുടെ ഓഫീസിൽ വന്ന് നമുക്കൊരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പോലെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ പിന്നീടുള്ള കാര്യം. ജസ്റ്റ് ലൈക്ക് ഒരു 7-8 months ഒക്കെ ആകുമ്പോൾ നമ്മുടെ കോഴ്സ് തുടങ്ങി ഒരു 6 months തുടങ്ങി എപ്പോ വേണമെങ്കിലും നമുക്ക് അതാകാം. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ ടെൻഷൻ വേണ്ട. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണോ, മോണ്ടിസോറി മെത്തേഡ് ഇതാണോ എന്നുള്ളതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് നമ്മുടെ ഷെയറിങ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഓക്കെ, പരസ്പരം നമ്മൾ മനസ്സിലാക്കുന്നു ആളുകളെ. ഇവൻ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടിയും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശബ്ദങ്ങളിലൂടെ ആണെങ്കിലും പ്രൊഫൈലിലൂടെ ആണെങ്കിലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്, പേഴ്സണൽ മെസ്സേജ് നിങ്ങളുടെ പോയിട്ടുണ്ടാവും. ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമാണ്. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഒരു കോപ്പറേഷൻ, അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് പ്രയറും സൈനിങ്ങും അതുപോലെ തന്നെ തോട്ട് ഓഫ് ദ ഡേ ഒരു കോപ്പറേഷൻ ആണ്, ഒരു സഹകരണം. അതാണ് വിത്തിൻ ദ ഗ്രൂപ്പ് ഒരു ഫീലും ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും ഉണ്ടാകുന്നത്. അതെല്ലാം മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമാണ്. ഓരോന്നും ക്ലാസ്സിൽ ചെയ്യിക്കുന്നത് വെറുതെ അല്ല, അത് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് ഈ ഒരു മെത്തേഡ് അറിയാൻ. സാധാരണ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ എവറിത്തിങ് ഫോക്കസിങ് ഓൺ അസ്, നമ്മളെ മാത്രം ഫോക്കസ് ചെയ്താൽ പലതും നമ്മൾ ചെയ്യുന്നു. എനിക്ക് റെക്കോർഡ് എഴുതണം, എനിക്ക് അസൈൻമെന്റ് എഴുതണം, ഞാൻ ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കണം, ഒരാളോട് ഷെയർ ചെയ്യാനൊക്കെ ഒരു വിഷമായിരിക്കും. കാരണം ബി.എഡിന്റെ ഒക്കെ ഉള്ള കാര്യം ഒരാൾ ചെയ്ത പോലെ തന്നെ മറ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കും. അങ്ങനെ ഒരു കാര്യം നമുക്കില്ല. എന്റെ ഷെയറിംഗ് ആണ്, ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അത് കാണുന്നവര് അതേപടി കോപ്പി ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ടച്ചും കൂടെ അതിൽ കൊടുക്കണം. നമ്മള് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനല്ലേ, ആരുടെയെങ്കിലും റെസിപ്പി നമ്മൾ എടുത്താലും നമ്മളുടെ ഒരു ടച്ച് അതിൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഒരാൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ ഒരു ടച്ച്, യുണീക്ക് ടേസ്റ്റ് അതിന് വരണം. അങ്ങനെ ചിന്തിച്ചായിരിക്കും പലരും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ മോണ്ടിസോറി മെത്തേഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്, നിങ്ങൾ അറിയണില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് രാവിലെ ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരുന്നതും പ്രെയർ ചെയ്യുന്നതും ബ്രീഫ് ചെയ്യുന്നു അല്ലെ. വരാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മ്യൂച്വൽ ഹെൽപ്പ്. വരാത്തവർക്ക് അപ്പൊ ആ ഒരു സ്പേസ് കിട്ടുക. എനിക്കൊരു ഡൗട്ട് തോന്നിയാൽ ചോദിക്കാൻ എനിക്ക് കുറെ പേരുണ്ടല്ലോ, ഇത് ആരോട് ഞാൻ ചോദിക്കുന്നുള്ള ആ തോട്ടൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും. ഓക്കെ ഫ്രണ്ട്സ്, സോ നമ്മളെവിടെയാ? യെസ്. സോ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇവിടെ നമ്മുടെ മെന്റൽ ഹെൽത്തും ശരിക്കും ഡെവലപ്പ് ആയി വരിക. നമ്മളുടെ ആസ് ആൻ അഡൾട്ട് എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റും, എനിക്ക് ഡിപ്രഷൻ വരില്ല, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വരും. ഇതൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് മെന്റൽ ഹെൽത്ത്. അല്ലാതെ സങ്കടവും ദേഷ്യവും വരില്ലാത്തതല്ല മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന സ്ട്രെസ്, ടെൻഷൻ, അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഒരാൾ വന്ന് നമ്മളെ മുന്നിൽ വന്ന് നിന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വി മാനേജ് ഡിപ്പെൻഡ്സ് ഓൺ അവർ മെന്റൽ ഹെൽത്ത്. ഓക്കെ, സോ ഓക്കെ, വായിച്ചോളൂ. നെക്സ്റ്റ് വൺ ഏതാ? To develop a sense of civic responsibility among pupils. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their suffering.
So one of the objectives of health education is to develop a sense of civic responsibility. Through health education, people are to be made aware of social crimes like spitting anywhere, sneezing, and coughing on the faces of others. ഓക്കെ, സിവിക് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഇസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെ. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ ഒരു മദർ നേച്ചർ എന്നുള്ളതുണ്ടല്ലോ. അത് ആ നേച്ചറിൽ നിന്ന് നമ്മൾ എന്തോരം റിസോഴ്സസ് ആണ് എടുക്കുന്നത് അല്ലെ. നമുക്ക് ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വീട് വെക്കുന്നു, നമുക്ക് വാട്ടർ ബോഡീസ് ഉണ്ട്, വാട്ടർ റിസോഴ്സസ് ഉണ്ട്, വെള്ളം എടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് കിണർ കുത്തുന്നു, അങ്ങനെ പല രീതിയിലുള്ള കിണർ, പല രീതിയിലുള്ള വാട്ടർ റിസോഴ്സസ് അതൊക്കെ വരുന്നു. പിന്നെ ഇഷ്ടംപോലെ എഡിബിൾ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മദർ നേച്ചറിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ നേച്ചറിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തു ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ദാറ്റ് ഇസ് അവർ സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് കൊടുക്കണം. നീഡി സപ്പോർട്ട് ആവശ്യമുള്ള ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. വേദനിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു സ്റ്റുഡൻസിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി അവരിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ഫെല്ലോ സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റു നമ്മൾ കേട്ടിട്ടില്ലേ, കുട്ടികള് അവരുടെ ക്ലാസ്സിലെ വീടില്ലാത്തൊരു കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് തന്നെ കാണാറുണ്ടല്ലേ, എല്ലാരും കൂടെ ചേർന്നിട്ട്. അതുപോലെ അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങള്. അപ്പൊ സഫർ ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ അസിസ്റ്റ് ചെയ്യണം, അങ്ങനെ പ്രായമായ ആൾക്കാരോട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമുക്ക് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികള് പല പല സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും അവെയർ ആവുന്നു, സോഷ്യൽ ക്രൈംസ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും അവെയർ ആവുന്നു. അവിടെ എവിടെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക, അതൊന്നും ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതും. പിന്നെ നമ്മള് സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ വോയിസ് മോഡുലേഷൻ അത് കറക്റ്റ് ആക്കണം, അങ്ങനെയൊക്കെ പറയുന്നേ. അത് പിന്നെ ഇങ്ങനെ ഔട്ട്സ്പോക്കൺ ആയിട്ട് ചില സമയത്ത് ചില സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ ആ ബിഹേവിയർ, അതെല്ലാം സിവിക് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. പിന്നെ സ്നീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴും മറ്റുള്ള ആൾക്കാരുടെ മുഖത്തേക്കായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനെ കുറെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ അവരുടെ ഏജിനനുസരിച്ച്, അങ്ങനെ അവര് കൂടുതൽ ഏജിലേക്ക് പോകുമ്പോൾ ഓരോ ഏജിനനുസരിച്ചും അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്കൂളുകളിൽ പലപ്പോഴും ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ അതുപോലുള്ള ചാരിറ്റി ഹോം, ഷെൽട്ടർ ഹോമിലൊക്കെ കുട്ടികളെ വിസിറ്റ് ചെയ്യിക്കുന്നു, അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ കൂടെ കഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഇതെല്ലാം അവർക്ക് സഫർ ചെയ്യുന്ന ആൾക്കാർ ചുറ്റുമുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള രീതി. പിന്നെ ചില ക്യാമ്പുകൾ സംഘടിപ്പിക്കും, ചില ഏരിയയിൽ പോയി ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ, അവർക്ക് ചില കാര്യങ്ങളിൽ അവയർനെസ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യും, കുറെ കൂടെ വലിയ ക്ലാസ്സിലാവുമ്പോഴേക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻസൈഡ് സ്കൂൾ എന്തെല്ലാം കാര്യങ്ങളാണ് ലൈക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടും, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതാണ്. നമുക്ക് ഇൻസൈഡ് ദ സ്കൂളില് 4 points കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആരെങ്കിലും വായിച്ചോളൂ. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2 പേര് ഒരുമിച്ച് വായിക്കാം. രണ്ടാമത്തെ ആളാരാന്ന് ഞാൻ കണ്ടില്ല. അബ്ദുൽ ഖാദർ എന്നുള്ള ആ ഒരു പ്രൊഫൈൽ നെയിം ആണോ? പേരെന്തായിരുന്നു? ഓക്കെ, അതെ, സുമയ്യ പ്ലീസ്. A school has to arrange activities in following areas and in manners given below. First one, the school should be given situated in a place with a healthy atmosphere. Second one, regular health inspection and maintenance of health record of students. The help of local authorities may also be utilized to form health program in school. Next, provide first aid for the essential. Then last one,
It should be taken care of that students are getting lean and healthy food and drinks which are more natural. സ്കൂളിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ചില റൈറ്റ്സ് അത് സ്കൂളിൽ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മൾ ഇൻസൈഡ് സ്കൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്കൂൾ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം. ഇപ്പോ സ്കൂളിന് തൊട്ടടുത്ത വേസ്റ്റിന്റെ ഒരു ഗാർബേജോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേസ്റ്റ് ഒഴുകിപ്പോകുന്ന കനാലൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഹെൽത്തിനെ ബാധിക്കൂലേ. അപ്പൊ അങ്ങനെ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം സ്കൂള് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെന്റൽ ചെക്കപ്പ്, ഐ ചെക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നടക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻ, ചില സ്കൂളുകളിൽ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽത്ത് ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്ത് റെക്കോർഡ്സ്, പ്രത്യേകിച്ച് ബോർഡിംഗ് സ്കൂളൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവും തോന്നുന്നു. ചില ഫാക്ടറികളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു റെസിഡന്റ് ആയിട്ടൊരു ഡോക്ടർ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ്. എവിടെയൊക്കെ മോന്റെയൊക്കെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഒരു ഡയറി പ്രൊവൈഡ് ചെയ്യൂല. അതിലൊരു ഷീറ്റ് ഉണ്ടാവും, ഒരു പേജ് ഉണ്ടാവും, ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ഡേറ്റാസ്, ആ ഒരു ഡേറ്റ ബേസ് പോലെ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഹൈറ്റ്, വെയിറ്റ്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും അസുഖം അങ്ങനെയുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാനായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തു വിടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പ് പലപ്പോഴും നമ്മളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ അവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സ്കൂളുകളെ ഫോക്കസ് ചെയ്ത് പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ്, അത്യാവശ്യത്തിന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം സ്കൂളിൽ. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, കാരണം കുട്ടികളാണ്, അവര് ഓടുമ്പോൾ വീഴാം, ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാം, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാല്ലേ. പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ വെച്ച് എന്തെങ്കിലും രീതിയിൽ അസംബ്ലി നടക്കുമ്പോൾ തല ഇറങ്ങി വീഴുന്നത് വളരെ കോമൺ ആണ്. മിക്ക സ്കൂളും ചിലപ്പോൾ വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്നിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ക്ഷീണം അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ കളിക്കുന്ന സമയത്ത് അവര് ചെറിയ സ്പ്രെയിൻ ഒക്കെ കാലില് മസിൽ കയറുന്നതും അങ്ങനെ പെയിനൊക്കെ വരാം, അതുണ്ടാവാം. പിന്നെ വീണു എന്തെങ്കിലും ഇൻഷുറീസ് ഉണ്ടാകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് വളരെ നെസസറി ആയിട്ട് സ്കൂളിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റുഡൻസിന് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. വിച്ച് ആർ മോർ നാച്ചുറൽ. നാച്ചുറൽ ആയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ചില സ്കൂളുകള് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നൂൺ മീൽസ്, അത് നല്ല ഹൈജീൻ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിനകത്തെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇനി കുട്ടി സ്കൂളിൽ മാത്രമല്ലല്ലോ, വീട്ടിലും കുട്ടി പോകുന്ന ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ്. നമുക്ക് അവിടെ ഒരു 5 പോയിന്റ്സ് കാണാം. അത് ഫസ്റ്റ് 3 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ, പിന്നെ 2 ആർക്കെങ്കിലും വായിക്കും. Yes, ma'am. Outside the school, standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the corporation of the society and the government to raise the standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇപ്പൊ പുറത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മളുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആ ഒരു രീതിയല്ല. നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പേഴ്സണൽ ഹൈജീനും എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ നീറ്റായിട്ട്
ലൈഫ് സ്റ്റൈൽ, അതാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അങ്ങനെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളെ, അതായത് ഹെൽത്തും ഹൈജീനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാര് ക്യാൻ ബി അൺടച്ച്ഡ് എന്ന് വെച്ചാൽ അവരെ അഫക്ട് ചെയ്യുന്നില്ല, നോട്ട് അഫക്റ്റഡ്. അവരെ ഒരു അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഹെൽത്തിനെ ഒന്നും ബാധിക്കുന്നില്ല. അത് പക്ഷെ നടക്കണമെങ്കിൽ, നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയുടെ ഗവൺമെന്റിന്റെയും ഹെൽപ്പോട് കൂടിയേ പറ്റുള്ളൂ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കൂട്ടണമെങ്കിൽ. കാരണം നമ്മളൊരു ഒരു റെസിഡൻസ് ഏരിയയിൽ ജീവിക്കുമ്പോൾ അവിടെ പുറത്തുള്ള ഹൈജീൻ ഇമ്പോർട്ടൻസ്, ഫോർ എക്സാമ്പിൾ വേസ്റ്റ് മാനേജ്മെന്റ്, അത് നമുക്ക് നമ്മുടെ ലോക്കൽ അതോറിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ, പഞ്ചായത്താണെങ്കിൽ അങ്ങനെ, അവരുടെ ഒരു ഹെൽപ്പോട് കൂടി അപ്പൊ അവർക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഗവൺമെന്റ് സൈഡിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് കൂടുള്ളൂ. കാരണം അല്ലെങ്കിൽ വേസ്റ്റ്, നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതെ വഴിയിലൊക്കെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അത് പല അസുഖങ്ങളും സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാവും. ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉയരണമെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ച പറ്റില്ല, ലോക്കൽ അതോറിറ്റീസും ഗവൺമെന്റ് സൈഡിൽ നിന്നും അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം. ഇപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മള് ലൈനിലെ വെള്ളം, അതിനെയാണ് നമ്മള് എന്താ പറയുക, നമ്മൾ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ വെള്ളം കറക്റ്റ് നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് ആ ഒരു ലോക്കൽ അതോറിറ്റീസ് പ്ലസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. പിന്നെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊരു എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഹെൽത്ത് സെന്ററോ ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ എന്തെങ്കിലും വേണം. ദൂരേക്കാണെങ്കിൽ പലപ്പോഴും നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടും. അതും നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, ആ ഒരു കോർപ്പറേഷൻ, അവരിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് തന്നെയാണ്. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. കോവിഡ് സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സാനിറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാള് ഒരു ഷോപ്പിൽ കയറി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തുടക്കത്തിലായിരുന്നു അതെല്ലാം, അവിടെയൊക്കെ സാനിറ്റൈസ് ചെയ്യും. അയാളെ പോയ ഇടങ്ങൾ മുഴുവൻ സാനിറ്റൈസ് ചെയ്യും. അയാള് ജീവിക്കുന്ന ആ ഒരു ഏരിയ ആണെങ്കിൽ അതിന് ഒരു ഇവാക്യുവേഷൻ പോലെ അവിടെ നടത്തും. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും പേഷ്യൻസ് കൂടുതലും അസുഖങ്ങളുള്ളവരാണല്ലോ ഹോസ്പിറ്റലിൽ വരുന്നത്. അഡ്മിറ്റ് ആയി ഒരു റൂമിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലീൻ ചെയ്യും, ഒരു സാനിറ്റേഷൻ, അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ പേഴ്സണലി സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഈ കോവിഡ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. അത് ആ ഹാബിറ്റ് എനിക്ക് തുടങ്ങിയത് മോൾ ഉണ്ടായതിനു ശേഷം. മോള് ഡെലിവറി ആയപ്പോഴേക്കും ഞാൻ എന്റെ ബാഗിൽ ഒരു സാനിറ്റൈസർ എപ്പോഴും കരുതും. കാരണം കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട വരുമ്പോൾ നമുക്ക് ആ ഒരു യാത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ കഴുകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതുപോലെ വെള്ളവും നിറയെ കരുതിയിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്നൊക്കെ ഫീഡ് ചെയ്യേണ്ടൊക്കെ വരുമ്പോൾ, അങ്ങനെ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കേണ്ടൊക്കെ വരുമ്പോഴേക്കും സാനിറ്റൈസർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കുട്ടിക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ കോവിഡിന് മുമ്പേ എന്റെ ബാഗിലൊരു സാനിറ്റൈസർ എപ്പോഴും കിടക്കുമായിരുന്നു. സാനിറ്റൈസ് ചെയ്യും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും അവരുടെ ബാഗിൽ ഒരു ചെറിയ സാനിറ്റൈസറിന്റെ ഒരു ബോട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. സാനിറ്റേഷനും ഹൈജീനും സിറ്റി ആണെങ്കിലും വില്ലേജ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിറ്റി ഡേർട്ടി ആയി പോകുവാണ്, സ്കൂള് സിറ്റിയുടെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലാണെങ്കിൽ ആ സ്കൂളിന്റെ പ്രിമൈസും അതും ഡേർട്ടി ആവും, അത് ക്ലീൻഡ് അല്ലാതാവും. കുട്ടികൾ ജീവിക്കുന്ന സ്ഥലവും ഡേർട്ടി, ആ സ്ഥലത്തിലുള്ള സ്കൂളും ഡേർട്ടി ആണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഫുഡ് ആൻഡ് ക്ലോത്ത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് അത് വളരെ ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലോത്ത്സ്, അവർ ഇടുന്ന ക്ലോത്ത്സ് എന്ന് പറയുന്നത് നീറ്റും ക്ലീനുമായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ അവർക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ല. അവർക്ക് പാകമില്ലാത്ത ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ടൈറ്റ് ഡ്രസ്സ് നമ്മൾക്കാണെങ്കിലും ഉണ്ടല്ലേ, ഒരു ലൂസും നൈദർ ടൈറ്റ് നോർ ലൂസ്, കൂടുതൽ ടൈറ്റ് മാറുക ലൂസ് മാറുക കുട്ടിയുടെ അളവിനനുസരിച്ചുള്ള ഡ്രസ്സ് ആണെങ്കിൽ അവൻ വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതും ക്ലോത്ത്സ് പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്തി ആയിരിക്കണം. ക്ലോത്ത്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു ഒരു കുട്ടിയുടെ കാര്യം. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് എന്തിനാ പഠിക്കണേന്ന് അതിനൊരു മറുപടിയാ പറഞ്ഞിരുന്നു.
ടീച്ചിങ് പ്രാക്ടീസിന് ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് നമ്മളുടെ ഒരു ട്രെയിനി ഒരു ബാച്ചിലെ ഒരു സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചു. ആ കുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മാം അവിടെ ഒരു 2 കുട്ടികൾ വരുന്നുണ്ട് ഒരു ഫാമിലിന്ന്. ഈ കുട്ടികളില് അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്. അങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ഉള്ളവരൊന്നുമല്ല, പ്രോബ്ലം ഒന്നുമില്ല, ഒരു സെറ്റിൽഡ് ആണ് ഫിനാൻഷ്യലി, പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. 2 ബോയ്സ് ആണ് കേട്ടോ. ഒരു മോൻ 1ാം ക്ലാസ്സിലും ചെറിയ മോൻ LKG. അങ്ങനെയുള്ള ഏജ് ഡിഫറൻസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭക്ഷണം കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണം പ്രോപ്പർ ആയിട്ട് ഭക്ഷണവും കൊടുത്തു വിടില്ല, വാട്ടർ ബോട്ടിലും കൊടുത്തു വിടില്ല. ഈവൻ സ്കൂളില് പ്യൂരിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാരും കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടും. കാരണം ഇവർക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഓടി ഓടി ഈ പ്യൂരിഫയറിന്റെ അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് കൂളറിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വെള്ളം കൊടുത്തു വിടും. തീരുമ്പോ അവർ അവിടെ പോയിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് എല്ലാ സ്കൂളുകളിലും പതിവ്. സ്കൂളിലും അങ്ങനെ പറയും, നിങ്ങൾ കൊടുത്തു വിടണം, കാരണം അല്ലെങ്കിൽ ക്ലാസ് ടൈമിലൊക്കെ ഓടി ഇറങ്ങി വന്ന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇവര് വെള്ളം കൊടുത്തു വിടില്ല ഈ കുട്ടികൾക്ക്. ഈ കുട്ടീനോട് പറഞ്ഞ കുറച്ച് കൺസേൺസ് ആണ്. നല്ല ഭക്ഷണവും കൊടുത്തു വിടില്ല, വെള്ളം കൊടുത്തു വിടില്ല. അത് മാത്രല്ല, ചെറിയ മോൻ ഇടുന്ന ഡ്രസ്സ് വലിയ ആളുടെയാണ്. അത് അവൻ ഒട്ടും പാകല്ല, ഭയങ്കര ലൂസാ. അവൻ ഓടുമ്പോഴൊക്കെ ഈ ട്രൗസർ അങ്ങ് ഊരിപ്പോവും. അപ്പൊ മറ്റു കുട്ടികൾ കളിയാക്കി ചിരിക്കും. അങ്ങനെ ഒട്ടും പാകല്ലാത്ത ഡ്രസ്സുമാണ്. മൂത്ത ആളുടെ പഴയ ഡ്രസ്സാണ് ചെറിയ മോൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാരന്റ്സിനെ വിളിച്ച് പറയൂ എന്ന് പറഞ്ഞു. പാരന്റ്സ് മീറ്റിംഗിനൊന്നും വരാറില്ല, ജോലിക്ക് പോകണമെന്നും. പാരന്റ്സിനെ വിളിച്ച് പറയാൻ പറഞ്ഞു കൺസേൺ ക്ലാസ് ടീച്ചർ. ഈ കുട്ടി ട്രെയിനിങ് ആയിട്ട് പോയതാണ്. അപ്പോ ഇത്ര പറഞ്ഞിട്ടും പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ലെന്നാ പറയുന്നത്. നമുക്ക് ചില സമയത്ത് കള്ളം പറയുന്നോണ്ട് കുഴപ്പമില്ലേ. ഞാൻ പറഞ്ഞു, പാരന്റ്സിനെ കോൾ ചെയ്യുക, ഇങ്ങനെ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് വാട്ടർ ബോട്ടിലും ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡും കൊടുത്തു വിട്ടില്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ അറിയിക്കുന്നു പറയാം. പിറ്റേ ദിവസം തുടങ്ങി ആ പാരന്റ്സ് നല്ലപോലെ കുട്ടിയെ ഡ്രസ്സ് ചെയ്ത് കുളിപ്പിച്ച്, നല്ല ഷാബി ആയിട്ട് മുഷിഞ്ഞ വരാറ്, കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഭക്ഷണവും വാട്ടർ ബോട്ടിലും വിട്ടു തുടങ്ങി. നമ്മളുടെ ഇതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ഒരു ഇന്റർവെൻഷൻ നടത്തണം എന്ന് തോന്നി അല്ലെ? നമ്മുടെ ബുക്കല്ലേ. അമ്മയുടെ ബുക്ക് നോക്കി പഠിക്കാനുള്ള ശ്രമമാണോ ജ്യോതി? ഓക്കെ, അമ്മമാരുടെ കൂടെ ബുക്ക് മേടിച്ചിട്ട് പഠിക്കാണ് മിസ്സേ, അതിൽ വരച്ചൊക്കെ വെക്കാണ്. അത് ശരി, വേറൊരു ബുക്ക് കൊടുക്കു വരയ്ക്കാനായിട്ട്? ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ബുക്ക് വേണ്ട, ഞാൻ എഴുതുന്ന ബുക്ക് തന്നെ വേണം. എത്ര വയസ്സുണ്ട്? 2.4 മിസ്സേ. പെർഫെക്റ്റ് ടൈം, നമുക്ക് പഠിക്കാൻ കുറെ കിട്ടും. കിട്ടും, കുറെ കാര്യങ്ങൾ കിട്ടും. ശരി. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ നമ്മുടെ ഒരു ട്രെയിനിക്ക് നടത്താനായിട്ട് പറ്റി. സോ അതില് അവർ വിജയിച്ചു. ഞാൻ പറഞ്ഞു, എന്നിട്ടും അവർ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ചൈൽഡ് ലൈനിനെ അറിയിക്കുക തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ആദ്യം ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ. ശരിക്കും അത് നല്ല വിജയിച്ചു. ആ ഒരു സംഭവം അവിടെ വിജയിച്ചു. അതിന് കുട്ടികളെ നല്ലതായിട്ട് വന്നു. അവരുടെ റൈറ്റ്സ് അല്ലേ, നല്ല ഭക്ഷണവും ക്ലീൻ വാട്ടറും അതുപോലെ തന്നെ നല്ല ഡ്രസ്സും. അത് അത് വേണ്ടാന്ന് വെക്കാനുള്ള യാതൊരു ഇതും നമുക്കില്ല. നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്ന വേണം കുട്ടികൾക്ക്. പ്രോപ്പർ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷ്യസ് ഫുഡ്, അവർക്ക് ഷെൽട്ടർ, അവർക്ക് സെക്യൂർ വാംത്ത്, ലവ്, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ് ആണ്. എല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. അല്ലാതെ എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നല്ലോ. നമ്മളത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ളത്. പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലി കണ്ടുപിടിച്ച് അവരത് തന്നെ പൊക്കോളും. അല്ലാതെ ജോലിക്കുള്ള കാശും കൂടെ നമ്മൾ കൊടുക്കേണ്ട കാര്യം. പിന്നെ അവര് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു. ആ രീതിയിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ്, ഹൗസ് ആൻഡ് ഇന്റീരിയർ. House. The location and plan of the house have a good role in keeping the health of the people in good ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. വീട്, നമ്മുടെ വീടിന്റെ കാര്യം, ചെറിയ വീടാണെങ്കിലും ഇങ്ങനെയുള്ള വീടാണെങ്കിലും അത് ക്ലീൻ ആക്കി വെക്കുക അല്ലെ. നമ്മളത് ശ്രദ്ധിക്കും. നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, ഇവരെയൊന്നും ചിലർക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി ഉണ്ടാവും, നമ്മൾക്ക് തന്നെ ഉണ്ടാവും പല പ്രശ്നങ്ങൾ. നമ്മളപ്പോ അതിനനുസരിച്ച് വീട് നല്ല
നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ലൊക്കേഷൻ, വീടിന്റെ ലൊക്കേഷൻ. പലപ്പോഴും ആളുകൾ വീട് മാറുന്ന ലൊക്കേഷൻ സുഖമില്ല, മീൻസ് ഒരു ഡ്രെയിനേജ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ അത് പ്രോപ്പറായി നടക്കാതെ വരുമ്പോൾ അവിടെ നിന്നൊക്കെ മാറും. പിന്നെ റോഡ് സൈഡിൽ ഭയങ്കര പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതിന്റെ വീടിന്റെ ലൊക്കേഷൻ മാറാറുണ്ട് കുറച്ചകത്തേക്ക്. എനിക്കും ഭയങ്കര ഇഷ്ടം കുറച്ച് ഉള്ളിലേക്ക് താമസിക്കാൻ പോകാനായിരുന്നു കേട്ടോ, ടൗണിൽ നിന്ന്. അങ്ങനെ ഞാനിപ്പോ ടൗണിൽ ഭയങ്കര റേറ്റ് ആയിരുന്നു സ്ഥലത്തിനൊക്കെ. അത് മാത്രമല്ല ഇപ്പൊ ടൗണിലെ തിരക്കിന്ന് മാറി, ടൗൺ ആണെങ്കിലും ചിലപ്പോൾ തിരക്കിന്ന് മാറി ഒഴിഞ്ഞ സ്ഥലങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കി ആണ് ഞാൻ കുറച്ചകത്തേക്കുള്ള ഭാഗത്ത് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുക ചെയ്തത്. പക്ഷെ നല്ലൊരു ഭയങ്കര ഒരു രസം, ഒരു വില്ലേജ് ഏരിയ ആണ്. രാവിലെ കിളികളുടെ ശബ്ദം, നല്ല കാറ്റ്, ഫുൾ മരങ്ങള്, അങ്ങനെ നല്ലൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ട് സ്ഥലം. വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. അങ്ങനെ മിസ്സിന്റെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം പറവൂരടുത്ത് നന്ദിയാട്ടുകുന്നം. കുറച്ച് കെടാമംഗലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു ഗാതികൻ ഉണ്ടായിരുന്നു, ഈ കഥാപ്രസംഗം പറയുന്നതിന് കെടാമംഗലം, അതിനൊക്കെ അടുത്തായിട്ട് വരും. പറവൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് അപ്പാർട്ട് അത്തേക്കാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ഫീലിംഗ് ആയിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ. അതേസമയം എനിക്ക് ഈ വണ്ടിയുടെ ശബ്ദം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് സിറ്റിക്കകത്തൊക്കെ ആകുമ്പോൾ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ടൗണിലും നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ ഇതുപോലുള്ള ഏരിയ കിട്ടും കേട്ടോ, ഇല്ലാന്നൊന്നുമില്ല. അവിടെ നമ്മൾ നോക്കി ഭയങ്കര റേറ്റ് ടൗണിന് നമുക്ക് താങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. ചൂട് സമയത്ത് നല്ല ചൂടാണ്, പക്ഷെ എന്നാലും കാറ്റൊക്കെ കിട്ടും. അടുത്ത പാടമൊക്കെ ഉണ്ടാവും, കാറ്റ് നല്ലപോലെ വരും മുകളിലൊക്കെ കയറി. നെക്സ്റ്റ് ഇന്റീരിയർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഡസ്റ്റ് ഒരു പ്രോബ്ലം ആണല്ലേ കുട്ടികൾക്ക്. ഞാൻ മോൻ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്, കുട്ടികൾ 3:30 ആകുമ്പോൾ സ്കൂൾ വിട്ട് പോയി കഴിയുമ്പം അവിടെ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാവുമല്ലോ ക്ലീനിങ്ങിന്റെ, അവരെയാണ് ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നത്. അവര് 5 മണി 6 മണി വരെ നിന്ന് ആ ദിവസം അത് ഫുൾ ക്ലീൻ ചെയ്ത് ടോയ്ലറ്റും ക്ലീൻ ചെയ്തിട്ട് പോകും. പിന്നെ എവറി വീക്കെൻഡ് ഫുൾ പ്രിമിസസ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നതാണ്, സാറ്റർഡേസ് വന്നിട്ട്. ശരിക്കും അവരെപ്പോലുള്ളവരില്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കൂളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലാണെങ്കിലും ക്ലീനിങ് സ്റ്റാഫ് ഒരു ദിവസം ഇല്ലെങ്കിൽ ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെ തന്നെ ബുദ്ധിമുട്ടായാണ്. ഹാറ്റ്സ് ഓഫ്, അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മൾ റോൾസ് ഓഫ് സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോ ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയോ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ തന്നെയാണോ എടുത്തേ? അല്ല മാം, അശ്വതി മിസ് എടുത്തേ. ഞാൻ ഈ യൂണിറ്റ് ആണോ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ? അതെ. നിങ്ങളുടെ 9th ബാച്ച് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ് ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അവർക്ക് ശരിക്കും ഞാൻ 10:30 ടൈം തന്നെയാണ്. അവരുടെ ഇപ്പോ എക്സാം കഴിഞ്ഞു, മെയിൻ എക്സാം. ഡിപ്ലോമ PGയുടെ കോമൺ ആയിട്ടുള്ള ഒരു 7 സബ്ജക്ട് കഴിഞ്ഞു. അവരുടെ വൈവ കഴിഞ്ഞു. ഞങ്ങളുടെ PGയുടെ 2 തിയറി പേപ്പറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. പലരും പ്ലേസ്ഡ് ആയി, പലരും ഇന്റർവ്യൂവിന് പോയതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു അങ്ങനെ പറഞ്ഞു തന്നു, ഷെയർ ചെയ്തു. അങ്ങനെ നടന്നു. 8th ബാച്ചിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു ലാസ്റ്റ് സാറ്റർഡേ. 9th ജനുവരിയിലായിരിക്കും. ഈ ഒരു ഡിസംബറിൽ ഇലക്ഷൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് സമയമുണ്ട്, ജനുവരിയിലായിരിക്കും. സോ നിങ്ങളും ആ ഒരു ജേർണിയിൽ ആണ്. സോ വി ഓൾ ആർ ഹാപ്പി ആൻഡ് ദാറ്റ് പീപ്പിൾ ഓൾസോ വെരി ഹാപ്പി. അവര് ക്ലാസ് കഴിഞ്ഞതിന്റെ ഒരു സങ്കടം, ഞങ്ങൾക്ക് മിസ്സാവുന്നു എന്നുള്ള സങ്കടം. പക്ഷെ ദി ഓൾ ആർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഒരു സ്ട്രെങ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാൻ പ്ലാറ്റ്ഫോം കിട്ടിയാൽ അവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അത് അറിയാം. അതുകൊണ്ട് പ്ലീസ് യൂസ് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യും. നിങ്ങളുടെ ബാച്ചിലാണ് ഒരു മെയിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഉള്ളത്, അത് 18 ബാച്ചിൽ നമുക്കൊരു ജേർണലിസ്റ്റും അങ്ങനെ എന്തോ ഒരാളുള്ളത് ഈ ബാച്ചിലാണോ? അല്ലല്ലേ? ജയകുമാറും 18 നമുക്ക് പൊതുവെ മോണ്ടിസോറിയിലെ മെയിൽ വരാറുണ്ട്. ഈ ബാച്ചിലൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? സുധ ആണോ ടീച്ചർ? സുധ എന്നാണോ ടീച്ചറുടെ പേര്? സുധാകുമാരി ടീച്ചർ, HM. ആ ഒരു ദിവസം സ്കൂൾ ഇല്ലായിരുന്ന സമയത്ത് ഒന്ന് കയറിയിരുന്നു, ജോയിൻ ആയിരുന്നു. ടീച്ചറൊക്കെ നമുക്ക് വളരെ സപ്പോർട്ടിങ് ആയിരിക്കും. വേറെയും ടീച്ചേഴ്സ് നമുക്കുണ്ട് മിസ്, ഞങ്ങളുടെ ബാച്ചിൽ തന്നെ. കയറാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? ഇല്ല. ടീച്ചേഴ്സിന് ഈ സമയത്തൊക്കെ കയറാൻ നല്ല പാടായിരിക്കും. എനിവേ
ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നൈറ്റിൽ ക്ലാസ് വെക്കാം. എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ നൈറ്റിലേക്കാണ് ക്ലാസ് വെക്കാറ്. ഈവനിങ് ക്ലാസ് 7:30 സമയത്ത്. അപ്പൊ പറയുന്ന ടീച്ചർമാരെയൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് അങ്ങനെ ഈവനിങ് ക്ലാസ് എപ്പോഴെങ്കിലും വെക്കുമ്പോൾ നിങ്ങളും ഒന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യും ജസ്റ്റ് ഒന്ന് കയറാനായിട്ട്. കാരണം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കേൾക്കാലോ, കുട്ടികളെ ഡീൽ ചെയ്യുന്നവരുടെ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? മിസ് കാർഡ് മേക്കിങ്ങിന്റെ ഡേറ്റ് ഉണ്ടോ സബ്മിറ്റ് ചെയ്യേണ്ട? നോ ഡേറ്റ്സ്. സനിലയ്ക്ക് പെട്ടെന്ന് വരുന്നത് ചെയ്യേണ്ടി വരും. മിസ് ഒരു പേപ്പറിന് 4ആയിട്ട് പതിപ്പിച്ചിട്ട് അതില് ഏജ് പറഞ്ഞില്ലായിരുന്നോ? അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നോട്ട്ബുക്ക് ആണ്. നിങ്ങൾ അങ്ങനെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്. 0 to 6 years വരെ ഫസ്റ്റ് പീരീഡ്, 6 to 12 years വരെ സെക്കൻഡ് പീരീഡ്, 12 to 18 years വരെ തേർഡ് പീരീഡ്, 18 to 24 അതായത് അഡൾട്ട് ആകുന്ന ആ ഒരു 24 വയസ്സ്, ബ്രെയിൻ ഫുള്ളായിട്ട് മെച്യൂർ ആകുന്ന, ഇമോഷണലി അതായത് വൈകാരികമായിട്ടും ബുദ്ധിപരമായിട്ടും ബ്രെയിൻ ഡെവലപ്പ് ആകുന്ന 24 വയസ്സ് വരെ ആക്കി വെക്കുക. ഇത് വേറൊന്നിനല്ല പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വരുമ്പോൾ, കുട്ടിക്ക് 5 വയസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 5 വയസ്സുള്ള കുട്ടി ഒരു പക്ഷേ കാണിക്കുന്നത് മുഴുവനും 2 വയസ്സുകാരൻ ചെയ്യുന്ന പോലെ ആയിരിക്കാം. ദാറ്റ് മീൻസ് ആ കുട്ടിക്ക് എന്തോ ഡിഫോമിറ്റീസ് ഉണ്ട് അല്ലെ. 5 വയസ്സിൽ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും കുട്ടി എത്തിയിട്ടില്ല, 2 വയസ്സിലെ കാര്യങ്ങളെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് 5 years ആണ്. പക്ഷെ കുട്ടിയുടെ മെന്റൽ ഏജ് 2 വയസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ 2 വയസ്സുകാരനെ 5 വയസ്സിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും? നിങ്ങൾക്ക് പലപ്പോഴും പല കുട്ടികളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടൂള്. നമുക്ക് എഴുതി വെക്കാം. ഇപ്പം പാർട്ട് 2 ആകുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഏജിലും വരുന്ന ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ് പറയും. അത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു കുട്ടി വരുമ്പോൾ കുട്ടിയുടെ എന്തെങ്കിലും കാണുന്നത് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് എഴുതി വെക്കുവാണെങ്കിൽ, നമ്മുടെ 11th ബാച്ചിൽ ശ്രീലക്ഷ്മി ഉണ്ട്, ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. ശ്രീലക്ഷ്മി ഇതേപോലെ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്തി. ശ്രീലക്ഷ്മി മനസ്സിലായി ആ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, പക്ഷെ ആ കുട്ടിയുടെ ഏജ് അനുസരിച്ചുള്ള ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ പാരന്റ്സിന്റെ പ്രഷറും ടീച്ചേഴ്സിന്റെ കളിയാക്കലും ബുദ്ധിമുട്ടും കാരണം ആ കുട്ടി സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അടുത്ത് ട്യൂഷനും ഉണ്ടാക്കിയതായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ക്ഷമ കെട്ടുപോയി. കുട്ടിയെ പഠിപ്പിച്ചിട്ട് ഒന്നും അതിന് മനസ്സിലാവില്ല. ശ്രീലക്ഷ്മി വഴക്ക് പറഞ്ഞു, ഇനി ട്യൂഷന് വരണ്ടാന്നെന്തോ പറഞ്ഞപ്പോഴേക്കും കുട്ടി പറഞ്ഞു, ആന്റി കൂടെ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പോയി സൂസൈഡ് ചെയ്യും, വേറൊരു മാർഗം എനിക്കില്ല. അപ്പോഴാണ് ശ്രീലക്ഷ്മിക്ക് അത് ഭയങ്കര ട്രിഗറായി. ശ്രീലക്ഷ്മി പിന്നെ മനസ്സിലാക്കി, കുട്ടിയുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് ശ്രീലക്ഷ്മിക്ക് അറിയാവുന്ന ഒരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. അവരവിടെ കൊണ്ടുപോയി അവര് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ശ്രീലക്ഷ്മി പാരലലി ട്യൂഷനും കൊടുത്തു തുടങ്ങി. ഇപ്പൊ കുട്ടി ഹാപ്പിയാണ്, കുട്ടിയുടെ പാരന്റ്സ് ഹാപ്പിയാണ്, ശ്രീലക്ഷ്മി ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുട്ടിയുടെ മെന്റൽ ഏജ് വളരെ കുറവാണ്. കാരണം ആ ഒരു പ്രായത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. കുട്ടി അതിലേക്ക് കൊണ്ടുവന്നു. കുട്ടി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങി, കുട്ടി സെന്റൻസുകൾ വായിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ഇപ്പം സ്ലോ ആയിട്ടാണെങ്കിലും പഠിക്കുന്നുണ്ട് ആ ഒരു ക്ലാസ്. അങ്ങനെ സെയിം തന്നെ തേർഡ് ബാച്ചിൽ ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്. മിസ്സേ ഞാൻ അബാക്കസിന്റെ ട്യൂട്ടറാണേ. അപ്പൊ ഞാനിവിടെ ഈ ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സെന്റ് ആന്റണീസില്. പക്ഷെ അവിടെ എനിക്ക് ഞാൻ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അബാക്കസ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളിൽ ചോദിച്ചപ്പോഴത്തേക്കിനും അങ്ങനെ സ്കൂളിൽ കിട്ടി, അങ്ങനെ സ്കൂളിൽ കയറിയതാണ്. ഒരു 4 വർഷത്തോളം സ്കൂളിൽ വർക്ക് ചെയ്തേ. പക്ഷെ ഇപ്പൊ ഞാൻ വരുമ്പോഴാണ്, ഇപ്പൊ ഇത് പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് സത്യം മിസ്സേ, അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാനൊക്കെ ആദ്യം ഈ അബാക്കസിന്റെ ക്ലാസ് എടുക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ നമ്മള് അന്ന് ഓൺലൈനാണ്, കൊറോണയുടെ സമയത്താണ് എടുക്കണേ. അപ്പോ എല്ലാവരും ഈ TTC കഴിഞ്ഞവരും ഈ മോണ്ടിസോറി കഴിഞ്ഞവരൊക്കെയാണ് ഈ അബാക്കസിൽ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ, അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഡെമോ ക്ലാസ് എടുക്കണമല്ലോ. അപ്പൊ ഡെമോ ക്ലാസ് എടുക്കുമ്പോ എനിക്ക് പേടിയാ, ഞാൻ എടുക്കൂല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അപ്പൊ അവിടെ ഇരിക്കുന്ന ടീച്ചറിനെ മനസ്സിലായി എനിക്ക് ഭയങ്കര പേടിയാണെന്ന്. കാരണം ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലല്ലോ, ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കൂടുതൽ. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴാണെങ്കിൽ മിസ് പറഞ്ഞ പോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കുറെ കുട്ടികളുടെ കുറെ കാര്യങ്ങൾ ഇതിലൂടെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മിസ് പറയുമ്പോഴേ. വെരി ഗുഡ് ജ്യോതി, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് കേട്ടോ.
നമ്മൾ തന്നെ എടുക്കുക. അതാണ് നമുക്ക് അത് എനിക്ക് ആദ്യമൊന്നും ഇങ്ങനെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഇത്രയും കുട്ടികളെ കാണുമ്പോൾ ക്ലാസ് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നെ നമുക്ക് നമ്മുടേത് മാത്രം പഠിപ്പിച്ചിട്ട് നമ്മൾ പോരും. നമ്മുടെ കാര്യം മാത്രം അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് 40 മിനിറ്റേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോരാം. ഇപ്പോഴാണ് നമ്മൾ അതിന്റെ ആ പിള്ളേരുടെ ഓരോ കാര്യങ്ങളും മിസ് ഒബ്സർവ് ചെയ്യണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണത്. ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും പ്യുവർ സോൾസ് ഉണ്ട്, പക്ഷെ നമ്മളത് അറിയണില്ല. നമ്മൾ പലപ്പോഴും പല പേഴ്സണൽ കാര്യങ്ങൾ കുത്തി നിറച്ച് നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആവും. അപ്പൊ നമ്മൾ ഇവരുടെ കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ ഹാർട്ട് ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. വീട്ടിലെ പ്യൂരിഫയർ ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കാറില്ലേ, അതുപോലെ നമ്മൾ നമ്മുടെ ഹാർട്ട് ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം ഈ മക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ. കാരണം അത്രയും നിഷ്കളങ്കര, അവര് പ്യുവർ സോൾസ് ആണ്. അവരുടെ അടുത്തില്ലെങ്കിൽ നമ്മളും അവരെ പോലെ ആകണം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് മോണ്ടിസോറി മെത്തേഡില്. നമ്മൾ പ്യൂരിഫൈഡ് ആകണം, എന്നിട്ടാണ് അവരുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മോണ്ടിസോറി മെത്തേഡില്. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ദിവസം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മളൊന്ന് നമ്മളുടെ രീതിക്ക് വെറുതെ കണ്ണടച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ നമ്മൾ പ്രെയർ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബിലീഫ് അനുസരിച്ച് എന്തെങ്കിലും പ്രെയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ ദാറ്റ് പ്രെയർ നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്താലും മതി. അത് അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വരും. ആ ഒരു പവർ കിട്ടും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊന്ന് പ്യൂരിഫൈഡ് ആയിട്ട് പോകണം. വേറൊന്നുമല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സ്ട്രെസ് ഒന്നും ഉള്ളിൽ കുത്തി നിറയ്ക്കരുതെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ആ ഒരു ദേഷ്യം, സങ്കടം, ചെറിയൊരു കുട്ടി കുശുമ്പൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്യൂരിഫൈഡ് ആക്കി നമ്മൾ മാറും. അപ്പൊ പിന്നെ അതൊന്നും തോന്നില്ല. ഓക്കെ, പ്ലീസ് സൈൻ ഔട്ട് ഉണ്ടോ? I would like to request Revati to sign out the class. Revati, please come. ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് എടുത്ത ജിഷ മിസ്സിനും ഇന്നത്തെ ക്ലാസ്സിൽ നല്ല രീതിയിൽ സഹകരിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഓക്കെ ബൈ. സൈല മോളോട് റെസ്റ്റ് എടുക്കാൻ പറയൂട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. പഠിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ മിസ് പറയുന്നത് കാർഡ് ഉണ്ടാക്കുന്ന കാര്യം എന്തോ പറഞ്ഞില്ല. അത് ഈ ബുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ അസൈൻമെന്റ് അല്ലേ മിസ് പറഞ്ഞത്? അതിന് മുന്നേ വല്ലതും ബർത്ത്ഡേ പറഞ്ഞിരുന്നു? കാർഡ് ആയിരുന്നു. നമ്മൾ ചുമ്മാ ബർത്ത്ഡേ കാർഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക. ഒരു ചാർട്ട് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട്, ഒരു കളർ പേപ്പറോ ഒക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു A4 സൈസ് ഒന്ന് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബർത്ത്ഡേ കാർഡിന്റെ 2 സൈഡ് കിട്ടുമല്ലോ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചോ. ഒറ്റ കാർഡായിട്ട് ഉണ്ടാക്കണോ ചെയ്യാം. നല്ല ഡിസൈനർ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അതൊക്കെ ഭംഗിയാക്കാം. ഒന്നും വാങ്ങിക്കണ്ട, മെറ്റീരിയൽസ് ഒന്നും വാങ്ങണ്ട. നമുക്ക് അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് കളർ പെൻസിലോ കളർ പെന്നോ ഗ്ലിറ്റർ പെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ എഴുതണ്ടല്ലോ മാം, ഇപ്പഴേ എഴുതി അങ്ങ് വെക്കട്ടെ 4 പാർട്ടാക്കി. 4 പാർട്ടാക്കി എഴുതി വെച്ചോളൂ. നിങ്ങൾ ഏതെങ്കിലും കുട്ടികളെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് എഴുതി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പേര് കൊടുത്ത് വെച്ച് നമുക്ക് ഇന്റർവെൻഷൻ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഇടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. 8 ബാച്ചിലെ തമന്നയുടെ റിലേറ്റഡ് ആണ്. ആണോ? ഓക്കെ ഓക്കെ വെരി ഗുഡ്. നിസിയുടെ വീട് എവിടെയാണ്? തമന്നയുടെ വീട് തൊട്ടടുത്താണ്, നൈബറാണ്. ഓക്കെ, കാണുക, നേരിട്ട് കാണുകയാണെങ്കിൽ അന്വേഷണം പറയൂ. തമന്ന മെസ്സേജ് ഇന്നലെ രാത്രിയും കൂടെ അയച്ചിരുന്നു. പറഞ്ഞിട്ട് മിസ്സിനോട് ചോദിച്ചാൽ മതി, അറിയാം. ശരി.